അങ്ങനെ ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ സാധാരണ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അവരുടെ ഒപ്പീനിയൻ എടുത്ത് അത് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു കൺസെപ്റ്റായി വേൾഡ് ഇറ്റലി ഫംഗ്ഷനിൽ ദേവസ്വം ബോർഡ് ബഹുമാനായ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവതരിപ്പിക്കും. അതിനുശേഷം എല്ലാവരും കൂടി ആലോചിച്ച് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ, ദേവസ്വം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ, സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രശ്നം, ദേവസ്വം ബോർഡ് ഇത് നടത്തുകയാണ്, സർക്കാരിൻ്റെ സഹായം എന്തിനാണ് എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിൻ്റെ സഹായമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ? നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം. ചരിത്രത്തിൽ എത്രയോ കാലങ്ങളായി എല്ലാ കാര്യങ്ങളും നടത്തി നിർവഹിച്ചു കൊണ്ടുപോകുന്നതിന് ഞങ്ങളെ സഹായിക്കുന്ന സംവിധാനമാണ് സർക്കാർ സംവിധാനം. കഴിഞ്ഞ പ്രാവശ്യം 54 ലക്ഷം പേർ വന്നു. ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവമില്ലാതെ വളരെ മനോഹരമായി നമുക്ക് ആ ശബരിമല മണ്ഡലമടക്ക മഹോത്സവം സംഘടിപ്പിക്കുവാൻ സാധിച്ചു. 2 തവണയാണ് ബഹുമാനായ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ അവലോകന യോഗം വിളിച്ചത്. ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ദർബാർ ഹാളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്ര തവണയാണ് അവലോകന യോഗം വിളിച്ചതെന്ന് എനിക്കറിയില്ല. വിവിധ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായത്തോടുകൂടി 30-35 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമ ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം നടത്തുവാൻ വേണ്ടി എല്ലാവരുടെയും, ഗവൺമെൻറ്റിൻ്റെയും വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും മികച്ച സംഘടനാ വൈഭവം കൊണ്ടാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നമുക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചത്. മാത്രമാണോ, ആ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഏതാണ്ട് 14,000 ഉദ്യോഗസ്ഥർ, ആ 14,000 ഉദ്യോഗസ്ഥർ, പോലീസ് ഉൾപ്പെടെ 14,000 ഉദ്യോഗസ്ഥരുടെ 70 ദിവസത്തെ ശമ്പളവും ആനുകൂല്യങ്ങളും വിനിയോഗിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ്. ശബരിമല ഇടത്താവളത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ഗവൺമെൻറ് ചെലവഴിക്കുന്നത്? ഇങ്ങോട്ടുള്ള റോഡുകൾ, പാലങ്ങൾ, വൈദ്യുതി, അങ്ങനെ എല്ലാം സർക്കാരിൻ്റെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകില്ല എന്ന് ആധികാരികമായി ഇവിടെ നിന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതേ സംവിധാനം തന്നെയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് എങ്ങനെയാണോ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഒരു സർക്കാർ സഹായിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമവും സംഘടിപ്പിച്ച് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം സാധ്യമാകണം. ആ വികസനം സാധ്യമാകാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്, എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട്. അപ്പോൾ ആ ഒരു സംഘവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ഒറ്റ ലക്ഷ്യമായി, ഒരേ ഒരു മന്ത്രവുമായി, ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ ബഹുമാനായ മിനിസ്റ്റർ, ദേവസ്വം മന്ത്രി ശ്രീ വി.എൻ. വാസവൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകുവാൻ ഒരു ദീപ്ത നാളമാണ്. അദ്ദേഹത്തെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തെ പുതിയ പന്താവിലേക്ക് വഴിവെട്ടി തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ജനകീയനായ മുഖ്യമന്ത്രി, ആധുനിക കേരളം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ ആത്മബന്ധുവാണ് തമിഴ്നാടിൻ്റെ ദേവസ്വം മിനിസ്റ്റർ ശ്രീ ശേഖർ ബാബു സാർ. അദ്ദേഹത്തിൻ്റെ സഹായം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുവാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ സഹായം എത്രയോ വർഷക്കാലമായി ഏതെല്ലാം രൂപത്തിൽ ഈ അമ്പലത്തിൻ്റെ വികസനത്തിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എല്ലാ മാസവും ശബരിമലയിൽ വന്നു പോകുന്ന ആളാണ്. അദ്ദേഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് സ്നേഹപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തമിഴ്നാടിൻ്റെ IT വകുപ്പ് മന്ത്രി ശ്രീ പളനിവേൽ, അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ കൃഷ്ണൻകുട്ടി ചേട്ടൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വനം വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി വീണ ജോർജ്, ഈ ജില്ലയുടെ മന്ത്രി കൂടിയാണ്, ശ്രീമതി വീണ ജോർജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗവൺമെന്റിന്റെ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ KU ജനീഷ് കുമാർ MLA ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രമോദ് നാരായൺ MLA വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തന്ത്രി ശ്രീ ബ്രഹ്മര മോഹനൻ നമ്പൂതിരി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഞങ്ങൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സാർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ NSSന്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ സാർ അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ വന്നെത്താൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ സംഗീത് കുമാറിനെയാണ് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ പുന്നല ശ്രീകുമാർ കേരളത്തിലെ നവോത്ഥാന മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകി മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പുന്നല ശ്രീകുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ PK സജീവ് ജനറൽ സെക്രട്ടറി മലയര സഭ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്ലോബൽ ബ്രാഹ്മിൻ കൺസോർഷ്യം ചെയർമാൻ ശ്രീ കരിമ്പുഴ രാമനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ ശ്രീ KS മനോഹരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാമഭദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനമാണ് ശബരിമലയുമായി ചേർന്ന് നിൽക്കുന്ന വാവർ പള്ളിയുടെ പ്രസിഡന്റ് ശ്രീ നാസർ പനച്ചിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.